Welcome to MrUnbox and Travel. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായി എന്ന് വേണേൽ പറയാം. പക്ഷേ എനിക്കതൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയോണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ കൂടി അതൊന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ആണ്. അതിൽ തന്നെ നമ്മളെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോൺ യൂസർ ഉണ്ട്. അവരിൽ തന്നെ കുറച്ച് ആളുകളെങ്കിലും വയർലെസ് ചാർജർ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു വയർലെസ് ചാർജർ വളരെ ബെനിഫിറ്റ് ആണ്. നമുക്ക് വയർഡ് ഇല്ലാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എങ്കിൽ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു വയർലെസ് ചാർജറിന് മുകളിൽ നമ്മുടെ ഫോൺ വെച്ചുകൊണ്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ യൂസേജ് കിട്ടില്ല. നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ചാർജ് ഡിസ്കണക്റ്റ് ആവും. എങ്കിലും ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആ ഒരു ചാർജർ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. MIയുടെ ഒരു പവർ ബാങ്ക് ആണ്. 10,000 mAh ഒരു വയർലെസ് പവർ ബാങ്ക് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് വന്നത് ഒരു വയർലെസ് പവർ ബാങ്ക്, അതുപോലെ ഒരു Type A to Type C ചാർജിങ് കേബിളാണ്. പിന്നെ ഇതിൻ്റെ കാറ്റലോഗ്സും അല്ലെങ്കിൽ യൂസർ ഗൈഡൊക്കെയാണ് നമുക്ക് ഇതിനുള്ളിൽ വന്നത്. ഞാൻ ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാം. ഒന്ന് ഫസ്റ്റ് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണിത്. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. 10,000 mAh നമുക്ക് പൊതുവെ ഒരല്പം ഒരു ഹെവി ഫീൽ ചെയ്യുമെങ്കിലും ഇത് വലിയൊരു ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സൈഡിലാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത്. ഇതിപ്പോൾ നോർമലി ഒരു പവർ ബാങ്ക്. ഇവിടെ MIയുടെ ഒരു എംബ്ലം കാണാം. അപ്പം 18 വാട്ട്സ് ആണ് ഇതിൻ്റെ നോർമലി വിത്ത് വയേർഡ് നമുക്ക് ചാർജിങ് ഫാസ്റ്റ്നെസ് ഉള്ളത്. ഇനി വയർലെസ് ആണെങ്കിൽ 10 വാട്ട്സ് ആണ് ഇതിൻ്റെ മാക്സിമം ഫാസ്റ്റ്നെസ് ഉള്ളത്. ഒരു മോശമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വയർലെസ് പവർ ബാങ്ക് അല്ലെങ്കിൽ ഒരു വയർലെസ് ഫാസ്റ്റ് തന്നെയാണ് 10 വാട്ട്സ് എന്ന് പറയുന്നത്. ഇനിവേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം, ഇതാണ് പവർ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിൽ ഒരു ഔട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ ഒരു ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ Type C ചാർജിങ് വഴിയാണ് ഇതിന് ചാർജ് ചെയ്യേണ്ടത്. ഇനിവേ ഞാൻ ജസ്റ്റ് എൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടുള്ള ഫോണ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വയർലെസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ചാർജ് ആവുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വയർലെസ് ചാർജിങ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ശരിക്കും ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അല്ല, ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് കാണിച്ചു തന്നത്. എങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലൊരു വയർലെസ് ചാർജ് സപ്പോർട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയർലെസ് ചാർജർ വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് എവിടെയും നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോൾ നോർമലി ഒരു വയർലെസ് ചാർജർ അല്ലെങ്കിൽ ഒരു ചാർജർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫോൺ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കൂടെ കൊണ്ടുപോകാനും പറ്റും. 10 വാട്ട്സിൻ്റെതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. വലിയ രീതിയിൽ വലിയ സ്ലോ അല്ലാത്ത രീതിയിൽ നമുക്ക് ചാർജിങ് കയറുകയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് MIയുടെ 10,000 mAh വയർലെസ് പവർ ബാങ്ക്. അപ്പോൾ ഇത് വയർലെസ് ചാർജിങ്ങിന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു നോർമൽ ഒരു ഫോണാണ് ഉള്ളതെങ്കിൽ പോലും 18 വാട്ട്സാണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ ഒരു ഫോൺസിലൊക്കെ ഇപ്പം കൊടുക്കുന്ന കമ്പനി ചാർജർ കൊടുക്കുന്ന വയർഡ് ചാർജർ കൊടുക്കുന്നത് 18 വാട്ട്സ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു പവർ ബാങ്കിലൂടെ ചാർജ് കയറുകയും, ഇനി വലിയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കൂടിയും 18 വാട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ട് ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നോർമൽ ഫോണാണ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഫോണാണെങ്കിൽ നിങ്ങൾക്കിത് വയർലെസ് സപ്പോർട്ട് ഉള്ളതോ ഇല്ലാത്തതാണെങ്കിൽ പോലും ഈ ഒരു വയർലെസ് പവർ ബാങ്ക് അല്ലെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ് കാണാനും, വലിയൊരു സൈസും ഇല്ല. ഇപ്പോൾ ഈ ഒരു MIയുടെ പവർ ബാങ്ക് അല്ലെങ്കിൽ വയർലെസ് പവർ ബാങ്കിന് ഇന്ത്യയിൽ പ്രൈസ് വരുന്നത് 2,499 ഇന്ത്യൻ റുപ്പീസാണ്. അതുപോലെ ഖത്തറിൽ ഇതിന് പ്രൈസ് വരുന്നത് 129 ഖത്തർ റിയാലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ 10 വാട്ട്സാണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പവർ ബാങ്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫാസ്റ്റായിട്ട് ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് എനിക്കൊരു ഫീൽ ചെയ്തത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഹെവിനെസ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു ക്യാരി ആണ്. നമുക്ക് എവിടെയും വളരെ ഈസി ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാം, യൂസ് ചെയ്യാം.
അതുപോലെ വയർലെസ് ചാർജർ ആയതുകൊണ്ട് തന്നെ വേറെ വയറിൻ്റെയും കാര്യത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു വയർലെസ് ചാർജർ അല്ലെങ്കിൽ വയർലെസ് പവർ ബാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു MIയുടെ പവർ ബാങ്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു MI വയർലെസ് പവർ ബാങ്ക് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു MI വയർലെസ് പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു Q&A പോസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക് സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കമൻ്റായിട്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറ്റു വീഡിയോസ് കൂടി കണ്ടതിന് ശേഷം ടെക് സംബന്ധമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.